പടർത്തി നിന്നിരുന്നവയാണ് ഈ മരങ്ങൾ. ഗ്രീഷ്മം പോയി ശിശിരം വന്നപ്പോൾ ഇലകൾ കൊഴിഞ്ഞിരിക്കുന്നു. വസന്തം പോലെ എനിക്കിഷ്ടമാണ് ശിശിരവും. തളിരുണ്ണാൻ വരുന്ന കൊച്ചു കിളികളും അവയുടെ പാട്ടും നമ്മുടെ കൊച്ചു കൊച്ചു ഇണക്കവും പിണക്കവും പോലെ. ഋതുക്കൾ മാറി വന്നാലും ഇനി എത്ര വർഷങ്ങൾ കടന്നു പോയാലും നാം ഈ ശിശിരം എന്നെങ്കിലും മറക്കുമോ? എന്നും നമുക്കിങ്ങനെ കാമുകന്മാരായിരിക്കാൻ കഴിഞ്ഞെങ്കിൽ ഈ കുളിർത്തന്നലും പക്ഷികളും മർമരമുണർത്തുന്ന മരങ്ങളും എന്നും നമുക്ക് കൂട്ടിനുണ്ടെങ്കിൽ. നിന്റെ ഈ വാചകോടി നിർത്താമോ? നിനക്ക് ഈ നാവ് തന്ന ദൈവം ശരിക്കും ക്രൂരനാണ്. ഉണ്ണേട്ടൻ എന്നെ അത്രയ്ക്ക് വെറുത്തോ? എത്ര നാളാ നമ്മളിങ്ങനെ വാചകടിച്ച് നടക്കുന്നത്? 2 ദിവസം കഴിഞ്ഞ ഉണ്ണേട്ടന്റെ എക്സാം തീരും. പിന്നെ വെക്കേഷനായി. ഈ ഒരു വെക്കേഷന് വേണ്ടി എത്ര നാളായി ഞാൻ കൊതിക്കുന്നോ. അപ്പോ എന്നെ വിട്ട് പിരിയാൻ തിടുക്കമായി അല്ലേ? അതുകൊണ്ടല്ല, സുഖമില്ലാതെ കിടക്കുന്ന എന്റെ അമ്മയെ ഒരു നോക്ക് കാണാൻ എനിക്ക് കൊതിയാവുന്നു. എന്നെ കൂടെ കൊണ്ടുപോകുമോ അമ്മയുടെ അരിയിലേക്ക്? അമ്മയെ കാണാൻ എനിക്ക് കൊതിയാവുന്നു. നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകും. നാദസ്വരമേളവും കുരവയും ഇട്ട് ആർപ്പ് വിളിക്കുന്ന ഒരു നാൾ. ഈ കൊച്ചു കഴുത്തിൽ മാലയിട്ട് എന്റെ അമ്മയുടെ അരികിലേക്ക് കൊണ്ടുപോകും. ആ നാളെത്താൻ എനിക്ക് തിടുക്കമായി. ഓ, ഉണ്ണി പുറപ്പെടുകയായി അല്ലേ? അല്ല, ഇപ്പൊ പോകണ്ടെന്ന് പറയാൻ ഞങ്ങളാരാ അല്ലേ? അയ്യോ, അങ്ങനെയൊന്നും പറയരുത് സർ. ഉണ്ണിയുടെ ഈ പ്രകൃതം ഞങ്ങൾക്കൊക്കെ ഇഷ്ടായി. അതുകൊണ്ടായിരിക്കും ഉണ്ണി പോകുമ്പോ മനസ്സിന് വല്ലാത്തൊരു വീർപ്പുമുട്ടൽ. സാരമില്ല, ഇതൊക്കെ ജീവിതത്തിൽ നടക്കേണ്ടതല്ലേ. കുറെ തെറ്റുകൾ എന്നിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. ഒന്നും ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല. നാട്ടിൽ പോയി കൂലിവേല ചെയ്ത് ജീവിക്കാനായിരുന്നു എന്റെ വിധി. എന്നെ ഈ നിലയിൽ കൊണ്ട് എത്തിച്ചത് സാറിന്റെ സ്നേഹം ഒന്ന് മാത്രമാണ്. എന്റെ ജീവിതം മുഴുവൻ തന്നാലും ആ കടപ്പാട് തീരില്ല. നിനക്ക് നല്ലതേ വരൂ. ഈശ്വരൻ നിന്നെ അനുഗ്രഹിക്കും. മോളെ, കാർ എടുത്തോളൂ. വേണ്ട ഡാഡി, ഉണ്ണേട്ടൻ ബസ്സിലാ പോകുന്നത്. റോഡ് വരെ ഞങ്ങൾ നടന്നു പോയിക്കോളാം. റിസൾട്ട് അറിഞ്ഞാലുടൻ ഞാൻ വരും. അതുപോരാ, അടുത്ത ആഴ്ച വരണം. വീണ എന്തായി പറയുന്നത്? വീട്ടിൽ 100 കൂട്ടം ജോലിയില്ലേ? പിന്നെ എനിക്കതൊന്നും അറിയണ്ട. എനിക്കെപ്പോഴും എന്റെ ഉണ്ണേട്ടനെ കണ്ടുകൊണ്ടിരിക്കണം. അതിനല്ലേ ഞാൻ എന്റെ ഫോട്ടോ വന്നിരിക്കുന്നത്. വീണേ, യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ നാം എപ്പോഴും തയ്യാറാവണം. തുള്ളിച്ചാടി നടക്കാൻ നമ്മളിപ്പോഴും കൊച്ചു കുട്ടികളൊന്നും അല്ലല്ലോ. എനിക്ക് ഫിലോസഫി ഒന്നും കേൾക്കണ്ട. വീട്ടിൽ ചെന്നാലുടനെ എന്റെ കാര്യം അമ്മയോട് പറയണം. മരുമകള് മഹാ അധിക പ്രസംഗിയാണെന്നൊന്നും പറഞ്ഞേക്കരുത്. ദിവസവും ഓരോ ലെറ്റർ എനിക്ക് അയക്കണം. മറക്കോ? ഇല്ല, വരട്ടെ. രാമ 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 പാഹിം രാമപാദം ചേരണി ഹരി മുകുന്ദ പാഹിമ രാമ 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 ഹിമം രാമപാദം ചേ. ആരാത്? രാമ 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 പാഹിമ രാമപാദം ചേരണി ഹരി മുകുന്ദ പാഹി. ആരാത്? എന്നെ പറ്റിക്കാൻ വന്നിരിക്കുകയാണോ? ലക്ഷ്മിക്കുട്ടി. ഉണ്ണിയേട്ടൻ. അമ്മേ, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. അമ്മേ, ഉണ്ണിയേട്ടൻ. അമ്മേ, എന്താടാ ഇത്ര വൈകിയത്? എത്ര നേരമായി?
ഞാനും ലക്ഷ്മി കൂടെ പഠിക്കാൻ വന്ന് കാത്തു നിൽക്കുന്നതെന്ന് അറിയാമോ? ബസ് അല്പം വൈകി പോയമ്മേ. മോളെ, നിന്റെ ഉണ്ണിയേട്ടൻ എന്താ വേണ്ടെന്ന് വെച്ചാ കൊടുക്ക്. ഉണ്ണിയേട്ടൻ എന്താ ഇപ്പൊ കഴിക്കുക? പട്ടണത്തിൽ നിന്നൊക്കെ വരികയല്ലേ, ഞങ്ങൾ കൊടുക്കുന്നൊന്നും ഇഷ്ടാവില്ല. ഏടി വലിയ പത്രാസം അടിക്കണ്ട. ഒന്നും തരാൻ മനസ്സില്ലെങ്കിൽ അത് പറ. കണ്ടു അമ്മ ഉണ്ണിയേട്ടൻ പറയണത്. നിനക്ക് തരാൻ ലക്ഷ്മി എന്തെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അറിയാമോ? അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന പായസം ഇരിപ്പുണ്ട്. ആദ്യം മധുരം തന്നെ ആവട്ടെ. അമ്മയുടെ ഇഷ്ടം. ശരി, ഞാനിപ്പോ പോയി എടുത്തോണ്ടരാം. പിന്നെ എന്തൊക്കെ ഉണ്ടമ്മേ വിശേഷങ്ങൾ? എനിക്കെന്ത് വിശേഷം? നിന്നെ ഒന്ന് കാണാൻ എത്ര നാളായി ഞാൻ കാത്തിരിക്കുന്നു. പരീക്ഷയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മോനെ? 1ാം ക്ലാസ് കിട്ടുമോ? കിട്ടുമമ്മേ. ആ, ലക്ഷ്മിക്കുട്ടി ഇപ്പോ സുന്ദരിയായിട്ടുണ്ടല്ലേ അമ്മേ? പോവും മീട്ടാ. അമ്പലത്തിൽ പോയപ്പോ എനിക്ക് വേണ്ടി എന്തെങ്കിലും പ്രാർത്ഥിച്ചോ? നിനക്ക് വേണ്ടി അവള് പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല, നേരാത്ത വഴിപാടുകളില്ല. അമ്മ ചുമ്മാ പറയുന്നതാ. നിന്നെ എനിക്കറിഞ്ഞൂടെ? ഇതാ ബാക്കി ലക്ഷ്മിക്കുട്ടി കുടിച്ചോളൂ. മോനെ, പരീക്ഷാഫലം എന്നാ അറിയാ? അധികം നീളില്ലമ്മേ. ജയിച്ചാൽ ഉടനെ ഒരു ജോലി കിട്ടുമോ? ഞാൻ 1-2 ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്. റിസൾട്ട് വരുമ്പോഴേക്കും എന്തെങ്കിലും കിട്ടാതിരിക്കില്ലമ്മേ. അമ്മയ്ക്ക് പഴയ പോലെ സുഖമില്ലെന്ന് നിനക്കറിയില്ലേ? നമുക്ക് നാളെ തന്നെ ഒരു ഡോക്ടറെ കാണാമേ. അതുകൊണ്ടൊന്നും ആയില്ല. എന്റെ കാര്യമല്ല പറഞ്ഞു വന്നത്, ലക്ഷ്മിക്കുട്ടിയുടെ കാര്യം. ഞാൻ പോയാ പിന്നെ അവക്കാരാ? എന്റെ അപ്പുണ്ണം പോകുമ്പോ അവൾ എന്നെ ഏൽപ്പിച്ചത്. അവൾക്ക് ഞാൻ ഇതുവരെ കണ്ണീര് നൽകിയിട്ടില്ല. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതി അവളുടെ കണ്ണ് നിറയാൻ. ലക്ഷ്മിക്ക് നല്ലൊരു ജീവിതം നൽകണമെന്ന് എനിക്കും കൊതിയുണ്ടമ്മേ. ഒരു ജോലി കിട്ടിയിട്ട് വേണം അവളുടെ കണ്ണിന്റെ ചികിത്സ നടത്താൻ. അത് കഴിഞ്ഞ് അവളെ നല്ലൊരു ചെറുപ്പക്കാരന്റെ കൂടെ എനിക്ക് പറഞ്ഞയക്കണം. നീ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിന്റെ അച്ഛൻ ലക്ഷ്മിയുടെയും നിന്റെയും കല്യാണം നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചതാ. എനിക്കാണെങ്കിൽ തീരെ സുഖമില്ല, എപ്പോഴാണ് പോകുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ കല്യാണം ഉടനെ അങ്ങ് നടത്തണം. അമ്മേ, അത് എന്താണ്ടോ നിനക്ക് പുതിയൊരാത്? പഠിച്ച് 10 ദിവസമായപ്പോ കഴിഞ്ഞതെല്ലാം അങ്ങ് മറന്നുപോയോ? ഇനി ഒരക്ഷരം നീ മിണ്ടണ്ട. എല്ലാം ഞാൻ തീരുമാനിച്ചതാ. എനിക്ക് ലക്ഷ്മിയോട് സ്നേഹമില്ലെന്നാണോ അമ്മേ പറയുന്നത്? എന്റെ ജീവനാണമ്മേ അവൾ. പക്ഷെ ഒരിക്കലും എന്റെ ജീവിത സഖിയായി ഞാൻ അവളെ കണ്ടിട്ടില്ല. നിന്റെ കുറെ പുതിയ കണ്ടുപിടുത്തങ്ങൾ. ആണുങ്ങളുടെ മനസ്സ് എത്ര വേഗമാണ് മാറുന്നതെന്ന് എനിക്കും അറിയാമടാ. പഠിത്തം കഴിഞ്ഞ് വന്നപ്പോ നീ ഇത്രയ്ക്ക് അങ്ങ് മാറിയ ഒരു ജോലി കൂടെ കിട്ടുമ്പോഴത്തെ സ്ഥിതി പിന്നെ എന്തായിരിക്കും? ഇല്ല, ഞാനിത് സമ്മതിക്കില്ല. എന്റെ മകനായിട്ടാണ് നീ പറഞ്ഞതെങ്കിൽ നീ ലക്ഷ്മിയെ തന്നെ കല്യാണം കഴിക്കും. അമ്മ ആവശ്യമില്ലാതെ രാത്രി കിടന്ന് ബഹളം വയ്ക്കണ്ട. മനസ്സമാധാനമായിട്ട് കിടന്നത് ഉറങ്ങാന്ന് വിചാരിച്ചാൽ അതിന് സമ്മതിക്കില്ലല്ലോ. ഇതറിഞ്ഞെങ്കിൽ ഞാനിങ്ങോട്ട് വരില്ലായിരുന്നു. വേണ്ടടാ, ഇപ്പൊ തന്നെ ഇറങ്ങിപ്പോയ്ക്കോ. ഞാൻ പറഞ്ഞ അനുസരിക്കാത്തൊരു മോനെ എനിക്ക് വേണ്ടടാ. ലക്ഷ്മി, വേണ്ട, എന്റെ അടുത്ത് ഇപ്പൊ ആരും വരണ്ട. ലക്ഷ്മി, നീയെങ്കിലും എന്നെ മനസ്സിലാക്കുമെന്നാ ഞാൻ കരുതിയത്. എനിക്കറിയാവുന്ന പോലെ ഉണ്ണിയേറ്റിനെ മറ്റാർക്കും അറിയില്ല. ഞാൻ ഒന്നും മറന്നിട്ടില്ല. നമ്മുടെ കുട്ടിക്കാലം, അന്ന് എനിക്ക് കണ്ണുണ്ടായിരുന്നു, എല്ലാം കാണാമായിരുന്നു. ഉണ്ണിയേറ്റിന് ഓർമ്മയുണ്ടോ? ഒരു ദിവസം ഞാൻ പറഞ്ഞത് കേട്ട് പറമ്പിലെ പാലമരത്തി പൂവറിക്കാൻ കയറിയതും അതിന്റെ കമ്പൊടിഞ്ഞ് ഉണ്ണിയേട്ടൻ താഴെ വീണ് മേലാകെ ചോര പൊടിഞ്ഞപ്പോ അമ്മ കാണാതെ പത്തായത്തിൽ കയറി ഒളിച്ചിരുന്നത്. ഒടുവിൽ അമ്മ കണ്ടുപിടിച്ചപ്പോ ഉണ്ണിയേട്ടിനെ തല്ലിയത്. ഒന്നും ഞാൻ മറന്നിട്ടില്ല. പക്ഷെ അതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നത്? എന്നും അമ്മയ്ക്ക് നിന്നോടായിരുന്നു സ്നേഹം. കോളേജിൽ പഠിക്കാൻ പോകുന്ന ആൺകുട്ടികളൊക്കെ കൂടെ പഠിക്കുന്ന പെൺകുട്ടികളുമായി ലോഹ്യത്തിലാവുമെന്ന് കൂട്ടുകാരികൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഉണ്ണിയേട്ടൻ അങ്ങനത്തെ ആളല്ലെന്ന് ഞാൻ വിശ്വസിച്ചു. അതിനിപ്പോ എന്തുണ്ടായെന്നാ നീ പറയുന്നത്? ഇന്നലെ ഉണ്ണിയേട്ടൻ അമ്മയോട് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ഉണ്ണിയേട്ടനെ നോക്കി ഞാൻ എത്ര നാളായി കാത്തിരിക്കുകയാണെന്നോ. സാരമില്ല, ഒക്കെ വിധിയാണ്.
ഇല്ലെങ്കിൽ ദൈവം എന്റെ കണ്ണ് ഈ വിധത്തിലാക്കുമായിരുന്നില്ലല്ലോ. ഉണ്ണേട്ടന്റെ ഇഷ്ടം പോലെ എല്ലാം ചെയ്തോളൂ, ഞാൻ ഇങ്ങനെ കഴിഞ്ഞോളാം. എന്നെ പോലെ ഒരു കുരുടിക്ക് ഇത് കൂടുതലൊന്നും മോഹിക്കാൻ പാടില്ലല്ലോ. എവിടെയായാലും ഉണ്ണേട്ട് സുഖമായിട്ടിരിക്കണം, അത് മാത്രമാണ് എന്റെ ആഗ്രഹം. സ്നേഹം നിറഞ്ഞ ഉണ്ണികൃഷ്ണന് എമ്മയുടെ റിസൾട്ട് കിട്ടി. എന്റെ ആഗ്രഹം സഫലമായി. നിനക്ക് ഒന്നാം റാഗുണ്ട്. നിനക്ക് എല്ലാ മംഗളങ്ങളും നേരുന്നു. അമ്മേ, ആ ഉണ്ണികൃഷ്ണനോ? വരണം വരണം. ഞാൻ തന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ ഒരു റാങ്ക് വാങ്ങി പാസ്സാകണമെന്നുള്ളത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. താനത് നേടി. വെട്ടുക്കൻ, തന്റെ വിജയം ഞാൻ ആഘോഷിക്കുകയായിരുന്നു. കൂടുന്നോ? ഇപ്പൊ സ്റ്റുഡന്റ് ഒന്നും അല്ലല്ലോ, പിന്നെന്താ കൂടിയാൽ? വേണ്ട സർ, സാറിന്റെ അനുഗ്രഹം മാത്രം മതി. അതുണ്ട്, എന്നും ഉണ്ട്. പക്ഷെ എന്നെ കുറിച്ചുള്ള ഈ നല്ല ഓർമ്മകളുണ്ടല്ലോ, അത് ഒരിക്കലും താൻ നശിപ്പിക്കരുത്. അതേ എനിക്ക് ആഗ്രഹമുള്ളൂ. ഞാനത് ഒരിക്കലും നശിപ്പിക്കില്ല സർ. വീണ ഇവിടെ ഇല്ലേ സർ? ആ ഉണ്ണി, വീണ എന്റെ മകളാണ്. പക്ഷേ നിന്നോടായതുകൊണ്ട് പറയാണ്, ഉണ്ണി ഇവിടുന്ന് പോയതിനു ശേഷം അവൾ ഞങ്ങൾ രണ്ടുപേരുടെയും നിയന്ത്രണത്തിലല്ല. പട്ടണത്തിന്റെ വൃത്തികെട്ട പരിഷ്കാരങ്ങൾ അവളെ ആകെ വഴിതെറ്റിച്ചിരിക്കുകയാണ്. അവളാണ് ഇന്ന് എന്റെ ഏറ്റവും വലിയ ദുഃഖം. മുകളിലുണ്ട്, കാണാം വീണയുടെ പുതിയ മുഖം. പിന്നെ തനിക്ക് നല്ലൊരു ഭാവിയുണ്ട്. കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഓർത്ത് ഒരു നല്ല ജീവിതം നശിപ്പിക്കുന്നു.